ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ബെന്നി വർഗീസ് ചേരുകയാണ്. അഹമ്മദാബാദ് കേരള സമാജം സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ ആ അപകട സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ബെന്നി വർഗീസ്, എന്നെ കേൾക്കാമോ? കേൾക്കാം. വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തെ നടുക്കിയ തന്നെ വലിയൊരു ദുരന്തം. ആ ദുരന്ത മുഖത്ത് എന്താണ് താങ്കൾക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നതാണെങ്കിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങനെ JCB കൊണ്ടാണ് പൊക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 1 മിനിറ്റ് മുന്നേ 2 മൃതദേഹം ലഭിച്ചു. അത് സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ 500-ൽ പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരും ആംബുലൻസും അതുപോലെ രക്ഷാപ്രവർത്തകരും ഇവിടെ ധാരാളമുണ്ട്. സിവിൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു കോമ്പൗണ്ടാണിത്. ഡോക്ടേഴ്സ് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ പണിഞ്ഞ കോമ്പൗണ്ടിലാണ് ഈ ഫ്ലൈറ്റാണ് വന്ന് പതിച്ചത്. എയർപോർട്ടിൽ നിന്ന് വെറും 1 കിലോമീറ്ററിനകത്ത് അടുത്തുള്ള ഒരു സ്ഥലമാണിത്. എന്തായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ വിമാനം ക്രാഷായി വന്ന് പതിച്ചത് ഒരു കോമ്പൗണ്ടിലാണ്. ഹോസ്റ്റൽ ഡോക്ടേഴ്സ് താമസിക്കുന്ന ഡോക്ടേഴ്സിന് വേണ്ടി പുതുതായിട്ട് പണിഞ്ഞിട്ടുള്ള ഹോസ്റ്റലിന്റെ കോമ്പൗണ്ടിലാണ്. എന്നാൽ ആകാശത്ത് വെച്ച് സ്പ്രെഡായിട്ട് ഇത് പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയതായിരുന്നു. എന്നാൽ അതിന്റെ മുൻഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പതിച്ചത് ഈ കോമ്പൗണ്ടിലാണ്. ജനവാസ കേന്ദ്രമാണ്. എന്നാൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രമായതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ റെസിഡൻസും അതുപോലെ സിവിൽ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഹോസ്പിറ്റലാണ് സിവിൽ ഹോസ്പിറ്റൽ. അതിൽ നിന്നുള്ള ആംബുലൻസ് എല്ലാം വന്നിട്ട് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു. എന്നാൽ എത്ര പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യത്തിൽ നിസ്സംഗതയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് വെച്ചാണല്ലോ ഇത് ക്രാഷായത്, അതിന്റെ വെളിച്ചത്തില്. ബെന്നി, ഇതിപ്പോൾ ബെന്നി പറയുന്നത് ജനവാസ മേഖലയിലാണ് തകർന്നു വീണതെങ്കിലും അതൊരു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിനുള്ളിലായത് അപകടത്തിന്റെ ആഘാതം കുറച്ചു എന്നതാണോ? തീർച്ചയായിട്ടും. അപ്പോഴും ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. അവിടെ ഹോസ്റ്റൽ ക്യാൻറ്റീനിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെ അപകടം സംഭവിച്ചിരിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? അങ്ങനെ എന്തെങ്കിലും അത് അധികം ആഘാതം എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കെട്ടിടങ്ങളാണെങ്കിൽ ഇങ്ങനെ പതിച്ചിട്ടില്ല. ആയതിന്റെ വെളിച്ചത്തിലാണെങ്കിൽ അതിന്റെ മുൻഭാഗം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്ധനം തെറിച്ചു വീണിട്ട് അവിടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പടർന്നിട്ടുണ്ട്. അതുകൊണ്ടാണെങ്കിൽ രക്ഷപ്പെടാനുള്ള അതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ലഭിച്ചു. അതിന്റെ വെളിച്ചത്തില് മറ്റുള്ള ജനങ്ങൾക്ക് വലിയ ദുരന്തമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങളോ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും എല്ലാവർക്കും ഇപ്പോഴാണെങ്കിൽ പരിശോധനകളാണെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പരിശോധനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ രക്ഷാ ദൗത്യം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. അവിടെ ഒരു വലിയ ബഹുനില കെട്ടിടം, അതിൽ തീ ആളിയിരിക്കുന്നു. അത് തീ അണയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ വരുന്നു. അത് ഈ ഹോസ്പിറ്റൽ കെട്ടിടമാണ്. ഓൾറെഡി എന്ന് പറഞ്ഞാൽ അതെല്ലാം കൺട്രോളിലായി കഴിഞ്ഞു. പുക ഇങ്ങനെ എപ്പോഴും പടർന്നു പിടിക്കുന്നുണ്ട് പലയിടത്തും. ഹോസ്പിറ്റൽ കെട്ടിടമാണോ ആ നിലയ്ക്ക് തീ പിടിച്ചത്? ഹോസ്പിറ്റൽ കെട്ടിടത്തിന് തീ പിടിച്ചിട്ടില്ല. ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ പണിഞ്ഞിട്ടുള്ള കെട്ടിടങ്ങളാണ്. അവിടെ ആളുകൾ ഉണ്ടായിരുന്നോ? ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം ഈ ഡോക്ടേഴ്സ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് പഠിക്കുവാനായിട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡോക്ടേഴ്സാണ് അവിടെ താമസിക്കുന്നത്. മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം സിംഗിൾ ആയിരിക്കാം. അവരെല്ലാം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് ഈ ജനറൽ ഹോസ്പിറ്റൽ. അവിടെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്കാണെങ്കിൽ രാവിലെ പോയിരിക്കാം. അതിന്റെ വെളിച്ചത്തിലാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ബെന്നി, അതൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഒന്ന്, ഇത് കോമ്പൗണ്ടിനുള്ളിലാണ് വീണത്. അവിടെ വലിയ ജനവാസ മേഖലയിൽ പെടുന്ന സ്ഥലമാണ് എങ്കിൽ പോലും അതൊരു തുറന്ന സ്ഥലമായതുകൊണ്ട് അപകടത്തിന്റെ ആഘാതം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശ്രീ ബെന്നി, താങ്കൾക്ക് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാമോ? ഇത് പൂർണ്ണമായും എല്ലാ അവശിഷ്ടങ്ങളും ഇവിടെ തന്നെ ആണെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ടാണെങ്കിൽ ഏകദേശം ഒരു 500 മീറ്ററിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ വിങ്സും ടെയിൽസും എല്ലാം പല ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അതാണ് JCB കൊണ്ട് എല്ലാം വാരി കൂട്ടുന്നുണ്ട്. ചിന്നിച്ചിതറിയ അവസ്ഥയിലാണല്ലേ? അതെ, ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ്. പൂർണ്ണമായും കത്തിയിട്ടില്ല. കാരണം ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഭാഗം കത്തി അമർന്നിട്ടില്ല. അതെ, ശരിയാണ്. ബെന്നി, നമ്മളിപ്പോഴും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. 242 പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. രക്ഷപ്പെടുത്താനായവരുടെ വിവരം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനത്തെ ഇതുവരെ ലഭിച്ചിട്ടില്ല. രക്ഷപ്പെടുത്താനായിട്ടാണെങ്കിൽ ആൾക്കാര് എത്രമാത്രം ഇതിന്റെ നിജസ്ഥിതി നമ്മളിപ്പോൾ കാണുമ്പോൾ അതിനകത്തുള്ളവരെ എത്ര പേരെ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിലാണ് വളരെ സംശയമാണ്. കാരണം ഒരു ക്രാഷാണ് നടന്നിരിക്കുന്നത് സ്കൈയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കത്തുമായിരുന്നു.
അപ്പോ അതിനുള്ള സാധ്യതകളാണെങ്കിൽ വളരെ കുറവാണ്. ഈശ്വരൻ കടാക്ഷിക്കട്ടെ. ആർക്കെങ്കിലും അതിനകത്ത് സർവൈവൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആൾക്കാർ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവർ രക്ഷപ്പെടുക. ഇപ്പൊ ഏകദേശം 140ഓളം പേരാണെങ്കിൽ മരിച്ചതായിട്ടുള്ള വിവരം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു മലയാളിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഞ്ജിത എന്ന പത്തനംതിട്ട സ്വദേശിയായ നഴ്സിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്കുണ്ടോ? 169 ഇന്ത്യക്കാരുണ്ടായിരുന്നു. രഞ്ജിത എന്ന് പറയുന്ന കുട്ടി എന്റെ അഭിപ്രായത്തിൽ അഹമ്മദാബാദിലാണെങ്കിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഗോപി. രഞ്ജിത ഗോപകുമാരൻ നായർ എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോ നേരിട്ടറിയാവുന്ന വ്യക്തിയാണോ? അതെ അതെ. ഇപ്പോൾ പക്ഷേ ലണ്ടനിലേക്ക് തിരിച്ചു പോകാനുള്ള ജോലിക്കായി തിരിച്ചു പോകാനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് പറയുന്നു. അതെ അതെ. നിങ്ങൾക്ക് മറ്റ് ഈ 169 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു വിമാനത്തിലെന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ആരൊക്കെ, ഇനി കൂടുതൽ ആരെങ്കിലും മലയാളികളോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മലയാളികൾ വേറെ ഉള്ളതായിട്ട് അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല. 2 മലയാളികൾ എന്ന് പറഞ്ഞെങ്കിലും ഒരാളുടെ മാത്രമേ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ, രഞ്ജിത ഗോപകുമാറിന്റെ മാത്രം. ഇപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? രക്ഷാദൌത്യം എങ്ങനെയാണ്? ഇപ്പൊ രക്ഷാപ്രവർത്തനം ഈ മൽബ എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങളാണെങ്കിൽ എല്ലാം വീണ്ടും ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും എവിടെങ്കിലും ഏതെങ്കിലും കാരണവശാൽ പ്ലെയിനിലുള്ളവർ ചിന്നിച്ചെതറിയപ്പോൾ എവിടെങ്കിലും സ്പ്രെഡായിട്ട് വീണിട്ടുണ്ടോ എന്നുള്ള തെരച്ചിലുകളൊക്കെ നടക്കുവാണ്. ഇപ്പോൾ ഈ ആംബുലൻസിന്റെ തീ പൂർണ്ണമായും അണച്ചു. തീ പൂർണ്ണമായിട്ടും അണച്ചു കഴിഞ്ഞു. അഗ്നിശമനം ഒന്ന് തേന തൊട്ടടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി ബെന്നി, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചതിനും. എന്തായാലും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ബെന്നിയുടെ വാക്കുകൾ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് എത്ര വലിയ ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത്. ആ വിമാനം ചിന്നിച്ചിതറിയിരിക്കുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങൾ പലയിടത്തായി ചിതറിപ്പോയിരിക്കുന്നു, അതിൻ്റെ ഭൂരിഭാഗവും കത്തി നശിച്ചിരിക്കുന്നു. ഒരു ഭാഗം ആ കെട്ടിടത്തിൽ തടഞ്ഞ നിലയിലാണ് എന്നതുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. 242 പേർ departments, Ministry of Civil Aviation, Air India and others, they are putting out something, I guess, soon. That's the latest that I can share. We also, it's still an evolving situation. Rescue operations are on, so you'll have to wait a little more time for exact details to be put out. But you would have seen, that everybody is concerned, and we once again convey our deepest condolences to